ഹിൻഡൻബർഗ് റിപ്പോർട്ടിന്റെ വീഴ്ചയിൽ നിന്ന് ഒരുവിധം രക്ഷപ്പെട്ട് തിരിച്ചെത്തിയപാടെ ഓഹരി വിപണിയിൽ വീണ്ടും ചോരയൊലിപ്പിച്ച് അദാനി ഗ്രൂപ്പ് കമ്പനികൾ. കോഴ കൊടുത്തതിന് ഇന്ത്യയിൽ കേസൊന്നുമില്ലെങ്കിലും അമേരിക്ക ഗൗതം അദാനിയെയും മറ്റും പിടിച്ചപ്പോൾ ഒറ്റ ദിവസം കൊണ്ടുണ്ടായ മൂല്യത്തകർച്ച 3 ലക്ഷം കോടിയോളം രൂപ. ഇതിനിടയിൽ ഓഹരി വിലത്തകർച്ച നിക്ഷേപ അവസരമായി കാണുന്നവർ കുറവല്ല. മലയാളി വ്യവസായി MA യൂസഫ് അലിയുടെ കീഴിലുള്ള ലുലു റീറ്റെയിൽ സെപ്റ്റംബർ പാദഫലം പുറത്തുവിട്ടു. 3 മാസത്തെ ആകെ വരുമാനം 15,700 കോടി രൂപയാണ്. മുൻവർഷത്തേക്കാൾ 6% വർധനവ്. വരുമാനത്തിന്റെ മുന്തിയ പങ്കും വരുന്നത് UAE, സൗദി അറേബ്യ എന്നീ രാജ്യങ്ങളിൽ നിന്ന്. ദേശീയപാത നിർമ്മാണത്തിന്റെ പ്രാരംഭഘട്ടം മുതലുള്ള എല്ലാ നടപടികളും ഡ്രോൺ ഉപയോഗിച്ച് രേഖപ്പെടുത്താൻ ദേശീയപാത അതോറിറ്റി തീരുമാനിച്ചു. ഡ്രോൺ സർവേ റെക്കോർഡുകൾ സൂക്ഷിക്കാൻ ഉപകരിക്കും, നിർമ്മാണ പുരോഗതി വിലയിരുത്താനും സഹായിക്കും. പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് തിരിച്ചെത്തുന്ന മലയാളികൾക്ക് തൊഴിലുറപ്പാക്കുന്ന പദ്ധതിയുമായി സംസ്ഥാന പ്രവാസികാര്യ വകുപ്പ്. ആദ്യഘട്ടത്തിൽ 100 ദിവസത്തെ തൊഴിലുറപ്പാക്കുന്ന രീതിയിലാണ് ആസൂത്രണം. ഒരാൾക്ക് പ്രതിദിനം പരമാവധി 400 രൂപ വരെ നോർക്ക തൊഴിലുടമയെ ഏൽപ്പിക്കുമെന്ന് പറയുന്നു. ഡിസംബർ 1 മുതൽ എല്ലാ സേവനങ്ങൾക്കും ഓൺലൈൻ അപേക്ഷകൾ നിർബന്ധമാക്കി വൈദ്യുതി ബോർഡ്. ക്രമക്കേടുകൾ തടയാനാണ് നടപടി. പുതിയ കണക്ഷനുകൾ ഉൾപ്പെടെ എല്ലാ സേവനങ്ങൾക്കുമുള്ള അപേക്ഷകളും വെബ്സൈറ്റിലൂടെ സമർപ്പിക്കാം. ബിസിനസ് വാർത്തകൾ വിശദമായി അറിയാൻ ധനം online.com